പുകഞ്ഞു തുടങ്ങിയ മാളത്തിൽ ഒളിച്ച പെരുച്ചാഴിയെപ്പോലെ നെട്ടോട്ടമോടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പോലീസിന്റെ പിടിവീഴുമെന്ന് ഉറപ്പായതോടെ ഒളിത്താവളങ്ങൾ ഓരോന്നോരോന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നിയമ സംവിധാനങ്ങളെ ആകെ വെല്ലുവിളിച്ച് മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. പാലക്കാട്ടും പൊള്ളാച്ചിയിലും കർണാടകത്തിലുമൊക്കെയായി ഒളിവ് ജീവിതം തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കേൾക്കുന്നത്. കർണാടക തമിഴ്നാട് അതിർത്തിയിൽ എവിടെയോ ഇപ്പോഴുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം എന്നറിയുന്നു. തമിഴ്നാട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായവും പ്രതിയെ കണ്ടെത്താൻ കേരള പോലീസ് തേടിയിട്ടുണ്ട്. മാങ്കൂട്ടത്തിൽ ഒളിവിനിടെ ഫോണുകളും കാറുകളും മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായി ഇയാളെ തള്ളിയ മട്ടാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ സൗകര്യങ്ങളൊക്കെ തരപ്പെടുത്തി നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷകൻ? ഇതിനെല്ലാം ഇടയിലും മാങ്കൂട്ടത്തിന് നീതിക്കായി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ തോന്നിയാസം പറഞ്ഞതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നു എന്ന തമാശയുമുണ്ട്. വിശദമായി നോക്കാം. ആദ്യം RDX റാപ്പിലേക്ക്. 6 ദിവസമായി പോലീസിനെ കബളിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ വ്യാഴാഴ്ച പാലക്കാട് നിന്ന് മുങ്ങി മാളത്തിൽ ഒളിച്ച രാഹുൽ എവിടെയെന്നാർക്കും നിശ്ചയമില്ല. കേരള പോലീസിനൊപ്പം തമിഴ്നാട് കർണാടക പോലീസിനും ഇയാൾ തലവേദനയാവുകയാണ്. ചുവന്ന പോളോ കാറിൽ മുങ്ങിയ MLA സഞ്ചരിക്കുന്ന വാഹനം ഇടയ്ക്ക് മാറ്റി പോലീസിനെ വട്ടം ചുറ്റിക്കുന്നതായാണ് സൂചന. രാഹുലിന് ഒളിവിടമൊരുക്കാൻ ചില കോൺഗ്രസ് നേതാക്കളുടെ സഹായമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അതിനിടെ MLAയുടെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ SIT റിപ്പോർട്ട് നൽകി. ബലാത്സംഗത്തിനും ഭ്രൂണഹത്യയ്ക്കും നിരവധി തെളിവുകൾ നിരത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് കൂടുതൽ തെളിവുകൾ രാഹുലും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. യുവതിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ, ഫോൺ സംഭാഷണങ്ങൾ, യുവതിയും മുൻ ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എന്നിവ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറി. നാളെയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഹർജി പരിഗണിക്കുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വേണമെന്ന MLAയുടെ ആവശ്യത്തിലും കോടതി നാളെ നിലപാട് അറിയിച്ചേക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന സൂചന നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയത്തിൽ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. സംഘടനയ്ക്ക് ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല. തെറ്റ് ചെയ്യുന്ന ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. പാർട്ടി നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് നിയമലംഘനം ആര് നടത്തിയാലും, തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നോദിക്കുന്നില്ല. ഒരു പ്രതിരോധമില്ല, ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. കോൺഗ്രസ് യാതൊരു വിധത്തിലുള്ള സഹായവും രാഹുലിന് നൽകില്ല എന്ന് K മുരളീധരനും പറഞ്ഞു. സൈബർ ആക്രമണം നടത്തുന്നവർ ശുംഭന്മാരാണെന്നും K മുരളീധരൻ പറഞ്ഞു. ഈ സൈബർ ആക്രമണം നടത്തുന്നവർ സത്യം പറഞ്ഞാൽ ശുംഭന്മാരാണ്. നേരിട്ട് വരാൻ കഴിയില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുക. ഈ സൈബർ ഏർപ്പാട് തന്നെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അതിനെതിരായിട്ടും ആക്ഷൻ എടുക്കേണ്ടതാണ്. ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നതിന് ആര് വില വയ്ക്കാൻ? രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടക്കുന്നത് ഒത്തുകളിയാണ്. മാസങ്ങൾക്ക് മുമ്പ് സ്വമേധയാ എടുത്ത കേസിൽ രാഹുലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. നമ്മളെല്ലാവരും വിഡ്ഢികളാണോ? ഇതിന് 3 മാസം മുമ്പ് സുവോമോട്ടോ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ എലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ഈ നാടകം ചെയ്യുമ്പോൾ ആരെയാ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? മറ്റു കാര്യങ്ങളൂടെ നമുക്ക് പരിശോധിക്കാം. മാളത്തിൽ നിന്ന് മാളത്തിലേക്ക് ഓടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിസങ്കേതം കണ്ടുപിടിച്ചു പോലീസ് എന്നാണ് ഇന്ന് വന്ന ചില വിവരങ്ങൾ. മാങ്കൂട്ടത്തിൽ മാളത്തിൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാഗലൂരുവിലാണ് എന്ന വിവരം നമ്മൾ അറിഞ്ഞു. പിടിക്കപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടെ ഒളിവിടം മാറ്റുന്ന തന്ത്രം പയറ്റുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കേൾക്കുന്നത്. കേരള പോലീസ് എത്തുന്നതിന് തൊട്ടുമുമ്പ് MLA കർണാടകത്തിലേക്ക് മുങ്ങി എന്നാണ് അറിവ്. രാഹുൽ സഞ്ചരിച്ച വാഹനം കണ്ടെത്തി ഒപ്പമുള്ളയാൾ ഓടി രക്ഷപ്പെട്ടെന്നാണ് പോലീസിൽ നിന്ന് അറിയാനായത്. പാലക്കാട് നിന്ന് മുങ്ങി വ്യാഴാഴ്ച രാത്രിയും വെള്ളി പകലും രാഹുൽ പൊള്ളാച്ചിയിലാണ് തങ്ങിയത് എന്നാണ് വിവരം. പിന്നീട് കോയമ്പത്തൂരിലേക്ക് മാറി ഒളിച്ചു. പുതിയ ഫോണും നമ്പറും ഉപയോഗിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ SIT പൊള്ളാച്ചിയിലെത്തിയതോടെ അവിടെ നിന്ന് മുങ്ങി ഇന്നലെ വരെയുള്ള സഞ്ചാരബദ്ധം വ്യക്തമാണ്. പ്രതിയെ പിടികൂടാൻ തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സഹായവും SIT തേടുന്നുണ്ട് എന്നതാണ് വിവരം. രാഹുൽ മുങ്ങിയ ചുവന്ന പോളോ കാർ ഉപയോഗിച്ചിരുന്നത് കോൺഗ്രസ് നേതാവ് C ചന്ദ്രനാണ് എന്ന ആരോപണം ഇന്ന് വന്നു. MLAയുടെ സ്റ്റാഫുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു എന്ന സൂചനയും ഇന്ന് അന്തരീക്ഷത്തിലുണ്ട്. കാറുമായി ബന്ധമില്ല എന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ പക്ഷേ പിന്നീട് പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കിയ കാറാണ് താൻ ഉപയോഗിച്ചത് എന്നാണ് C ചന്ദ്രൻ്റെ വിശദീകരണം. രാഹുലിൻ്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർടേക്കറുടെ മൊഴി SIT സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
CCTV സംവിധാനത്തിൽ യാതൊരു ഇടപെടലും താൻ നടത്തിയിട്ടില്ല എന്നാണ് കെയർടേക്കർ പറഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷ അടച്ചിട്ട മുറിയിൽ പരിഗണിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് MLA വക്കീൽ മുഖാന്തരം ഹർജി നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കാനിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് പുതിയ നീക്കം അയാളുടേതായിട്ട് വന്നത്. സ്വകാര്യത കണക്കിലെടുത്ത് ഹർജിക്ക് രഹസ്യ സ്വഭാവം വേണമെന്നും പ്രതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയോട്. അതിജീവിതയെ അപമാനിച്ചതിന് 2 പേർക്കെതിരെ കൂടി കേസെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. റസാഖ് PA, രാജു വിദ്യകുമാർ എന്നിവർക്കെതിരെയാണ് IT ആക്ട് പ്രകാരം കേസ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ വിശദാംശങ്ങൾ. നമ്മൾ ആദ്യം കണ്ട ബൈറ്റിൽ VD സതീശൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറച്ച് അദ്ദേഹത്തിന് നമ്മൾക്ക് ബഹുമാനം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഉറച്ച നിലപാടിൽ അദ്ദേഹം നിൽക്കുന്നു. പോയി പണി നോക്കൂ എന്ന് ഈ സൈബറുകാരോട് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് ഒന്നും കൂടെ ശക്തമായിട്ട് ആവർത്തിക്കുന്നു. ഇയാളിങ്ങനെ ഒളിവിലിങ്ങനെ ഓടി നടക്കുന്നു. ഇതാണുണ്ടത്. എന്താ തോന്നുന്നത്? ഇതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ അടൂർ പ്രകാശിനെ പോലെ 1-2 പേർ ഒഴികെ നേതൃത്വത്തിൽ നിന്ന് ആരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമില്ല, അല്ലെങ്കിൽ തൽക്കാലം കൈ കൊടുക്കേണ്ടതില്ല എന്ന് ഈ വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഇന്നേതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ സ്വാഭാവികമായും ഒളിച്ചു താമസിക്കുന്നത് കൂടുതൽ. കാരണം പോലീസിൻ്റെ പിടിയിലായാൽ ജയിലിലേക്ക് തൽക്കാലം പോകേണ്ടി വരും. അതിനു മുമ്പ് അടുത്ത ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് എന്ത് വരുന്നു എന്നതുകൂടി അറിഞ്ഞതിന് ശേഷം അടുത്ത നടപടി സ്വീകരിക്കാനായിരിക്കും ശ്രമിക്കുക. അത് ഞാൻ കരുതുന്നത് പോലീസ് പിടികൂടിയില്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകാനുള്ള ശേഷിയും ആൾബലവും സമ്പത്തും ഒക്കെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അവശേഷിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ആ നിലയ്ക്കൊക്കെയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയേക്കാം. പോലീസ് പക്ഷേ കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം അറസ്റ്റ് എന്നതിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിലെ അറസ്റ്റ് വൈകിയത്. ഇപ്പോൾ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം. ഇനി എത്രയും പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നിയ ഘട്ടത്തിൽ വളരെ തീവ്രമായ അന്വേഷണത്തിലേക്ക് കടന്നു. ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കർണാടകത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ എവിടെയോ അദ്ദേഹം ഒളിവിൽ താമസിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് പോയിരിക്കുന്നു. ഇപ്പുറത്തെന്താണ് സനീഷ്, ഞാൻ അതാണ് നോക്കുന്നത്. കോൺഗ്രസ്സിന് അവിടെ തുഴഞ്ഞു നിൽക്കാൻ പറ്റില്ല. കോൺഗ്രസ്സിന് മുന്നോട്ട് പോകണം. അതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നു. ഒരു ദുർബലമായ പ്രതികരണം കണ്ടത് ഷാഫി പറമ്പിലിൻ്റേതാണ്. എങ്കിൽ പോലും അതായത് എല്ലാവരും മറ്റേതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ, ഇപ്പോൾ ശബരിമലയിലും ഒക്കെ ഈ വിഷയത്തെ പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ ചർച്ച, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചയെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് CPIM നേതാക്കന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, അവരോട് കൂടെ 2 ചോദ്യം ചോദിക്കൂ എന്നാണ്. അവരോടൊക്കെ ആ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ നന്നായി ഉറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇവരൊക്കെ എല്ലാം മറന്നുപോയിട്ടാണോ? നമ്മൾ ആ സമയത്ത് എന്താണ് മാധ്യമങ്ങളെല്ലാം അത്, അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് CPIMനോട് ഉദാരമായ ഒരു സമീപനം ഏതെങ്കിലും മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? CPIMനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും നിരന്തരം ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും ആവശ്യത്തിനും അനാവശ്യത്തിനും കൈകാര്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ. അപ്പോൾ മാധ്യമങ്ങൾ ആ കാലത്തെല്ലാം വളരെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട്, മൈക്കിൻ തുമ്പത്ത് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഇതിപ്പോൾ എന്താണ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പണ്ട് മുകേഷിനെതിരെയും അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉയർന്ന കാലത്തേതുപോലെ താങ്കൾക്കെതിരെയും ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ എന്നല്ലല്ലോ ചോദിക്കേണ്ടത്. ഇയാൾ കാണിച്ചിരിക്കുന്നത് അതുപോലുള്ള എന്തെങ്കിലും കാര്യമാണോ? സമാനതകളില്ലാത്ത ക്രൂരമായ ആക്രമണം നടത്തിയിട്ട് ഇപ്പോഴും ആ പെൺകുട്ടികൾ തന്നെ പറയുന്നത് എന്താണ്, വേറെ സ്ത്രീകൾ ഇടപഴകുന്ന സ്ഥലത്ത് ഇയാളെ കൊണ്ടുവരരുത് എന്ന് സംഘടനയോട് അഭ്യർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ പറയുകയാണ് ഇത് CPIMനോടൊക്കെ നിങ്ങൾ ചോദ്യം ചോദിക്കൂ എന്ന്. ഈ സമയത്ത് ഷാഫി പറയുന്നത് ഒരു ദുർബലമായ പ്രതിരോധം മാത്രമാണ്. ബാക്കി നോക്കിയാൽ ഇപ്പോൾ ഹൈബി ഈഡന് ഈ സോഷ്യൽ മീഡിയയുടെ ചുമതല കൊടുത്തതിൻ്റെ മാറ്റം റിസൾട്ട് വളരെ പെട്ടെന്ന് കണ്ടു. അതായത് ഏറ്റവും മുതിർന്ന നേതാക്കളടക്കം ഇന്നിപ്പോൾ അവരുടെ എല്ലാം കവർ പിക്ചർ മാറ്റിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതായത് അമ്പലക്കള്ളന്മാർക്ക് വോട്ടില്ല എന്ന മട്ടിൽ ഉള്ള ഒരു പ്രചാരണ പരിപാടിയിലേക്ക് അവർ കടന്നിരിക്കുന്നു. കാരണം ഇവിടെ തുഴഞ്ഞു നിൽക്കാൻ പറ്റില്ല, അടുത്തതിലേക്ക് അവർക്ക് പോകണം. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രചാരണ വിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാവരുത്. ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ചു നിന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെയും ചുമന്നുകൊണ്ട് പോയാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ നാറിയവനെ ചുമന്നാൽ ചുമന്നുകൊണ്ട് നാറുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കുക, അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് സ്വാഭാവികമായും കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ നീക്കാൻ കഴിയുന്ന ഇത്തരം ഹൂളിഗൻസിനെ ഒഴിവാക്കിക്കൊണ്ട് ഹൈബി ഈഡൻ കാര്യക്ഷമമായി നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട്, അതാണ് സോഷ്യൽ മീഡിയയിൽ നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം. അപ്പോൾ ആ നിലയ്ക്കുള്ള മാറ്റം അവിടെയും സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വറിനെ പോലെയൊക്കെയുള്ള ചില കക്ഷികൾ മാത്രമേ ഈ പിന്തുണയുമായി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ.
അതിനപ്പുറത്തുള്ള ഒരു വലിയ പിന്തുണ ലഭ്യമാകാൻ സാധ്യതയില്ലെന്നായിരിക്കും തോന്നുന്നത്. അതുതന്നെയാണ് ഇതിനകത്ത് ഈ ഷാഫി പറമ്പിലിനെ യഥാർത്ഥത്തിൽ ഇത്രയ്ക്ക് ദുർബലമായിട്ട് പ്രതികരിക്കുന്ന ഒരാളായിട്ട് ഞാൻ മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഷാഫി പറമ്പിൽ വളരെ സൗമ്യമായിട്ട് മാത്രം സംസാരിക്കുന്ന ആളാണ്, എപ്പോഴും ചിരിച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ്. രാഷ്ട്രീയമായിട്ട് നല്ല വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനൊരു സൗമ്യമായ താളമുണ്ട്. പക്ഷേ ഈ വിഷയം വന്നപ്പോഴാണ് അദ്ദേഹത്തെ നിശ്ചയമായിട്ടും കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ദുർബലനായിട്ട് കാണുന്നത്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു. ഈ കാര്യത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് മുന്നിൽ മറ്റു കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കുന്നില്ലോ, സ്വർണ്ണക്കൊള്ള എന്തായി എന്നൊക്കെ ചോദിക്കുന്ന അങ്ങേയറ്റം ദുർബലമായിട്ടുള്ള ശബ്ദമായിട്ടാണ്. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾക്ക് ധാർമ്മികമായിട്ടുള്ള ബലമുണ്ടാകുമ്പോൾ അത് ഏത് പ്രതികൂലമായ സാഹചര്യത്തിലാണെങ്കിലും എന്തുമാത്രം ധൈര്യം അവരുടെ ശബ്ദത്തിൽ കാണാൻ പറ്റും എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ VD സതീശനെ വീണ്ടും കാണുകയാണ്. VD സതീശനെ അല്ല, ഈ RDXൽ ഈ വിഷയം വന്ന കാലം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ആ VD സതീശനെ അഭിനന്ദിച്ച് പോകുന്നതിൽ എനിക്ക് തന്നെ ഒരു ചെറിയ ചളിപ്പില്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് വളരെ വ്യക്തമാണ്. ഈ കണ്ട ബൈറ്റിലും അത് വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹം ആദ്യ ദിവസം മുതൽ അദ്ദേഹത്തിന് ഒരു കുലുക്കമുണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം മാനസികമായിട്ട് ചിലപ്പം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷേ ഈ സ്വന്തം അണികൾ തന്നെ സൈബർ ഇടത്ത് നിന്ന് വല്ലാതെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ഇടയിളക്കം, ഒരു മനസ്പ്രയാസം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ പുറത്ത് കാണുമ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിൽ നിന്ന് മാറാനേ പോകുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഉറപ്പ്, വളരെ ആശയദൃഢത അദ്ദേഹത്തിന് വളരെ വ്യക്തമായിരുന്നു. ഈ മനോരമയുടെ ഹോർത്തൂസ് പരിപാടിയിലൊക്കെ വന്നപ്പോൾ അദ്ദേഹം അത് തുറന്നു തന്നെ പറഞ്ഞു. പുറത്തുനിന്ന് ആളുകൾ ചോദിച്ചപ്പോൾ ഇത് നാളെ ആളുകൾ ഞാൻ പറയുന്നതാണ് വിശ്വസിക്കാമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു. കെ മുരളീധരൻ ആദ്യ ഘട്ടത്തിൽ പൂർണ്ണ വിവരങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തില്ലെങ്കിലും കെ മുരളീധരൻ ഇന്നത്തെ ശബ്ദം നോക്കൂ. അതായത് ഈ വിഷയത്തിൽ ധാർമ്മികമായുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ആളുകൾ അവരുടെ നേതൃഗുണവും നല്ല ധൈര്യവും പുറത്തേക്കെടുത്ത് അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അവർക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന തോന്നലുണ്ടാകുന്നുണ്ട്. ഷാഫി പറമ്പിൽ ആ നിലക്ക് ദുർബലമായിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം തന്നെയും ഒരുപക്ഷെ ഇത്ര കുഴപ്പം പിടിച്ച ആളാണ് ഇയാളെന്ന് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും തിരിച്ചറിയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുണ്ട്, ഇത്തരം കുഴപ്പങ്ങൾ ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയുക എളുപ്പമായിരിക്കില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം അങ്ങേയറ്റം, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് അങ്ങേയറ്റം ദുർബലമായതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ പോകുന്നതോടെ ആകെ ക്ഷീണിച്ചു പോകുമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ നിലക്കൊരു പ്രശ്നമുണ്ട്. പിന്നെ നാളെ ഇപ്പോൾ ജാമ്യാപേക്ഷ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളല്ല നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ കാണേണ്ടത്. പക്ഷേ എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് കണ്ടുപരിചയമുള്ള ഒരാളെന്ന നിലക്ക് ഇയാൾ ഇതിനകം തന്നെ തെളിവൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള തെളിവുകൾ അന്തരീക്ഷത്തിലുണ്ടല്ലോ. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ അങ്ങനെയാണ്. ഇയാൾ പോകുന്നതിന് മുമ്പ് ആ ദിവസത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയിട്ട് ആക്രമണം നടത്തുന്ന ഒരു വലിയ സംഘം പ്രത്യക്ഷപ്പെട്ടു എന്നത് കോടതി പരിഗണിക്കുന്ന കോടതിക്ക് മുമ്പാകെയും പൊതുസമൂഹത്തിന് മുമ്പിൽ ആകെ തന്നെയുണ്ട്. ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം, പരാതിയായിട്ട് വരുന്ന പെൺകുട്ടിക്കെതിരെ പെൺകുട്ടിയുടെ ഫോട്ടോ തപ്പിയെടുത്തിട്ട് വലിയ തോതിൽ ആക്രമണം നടന്ന ഒരു സംഘത്തെ ആകപ്പാടെ തന്നെയും കണ്ടു. അതിലൊരാൾ കോടതിക്ക് ജാമ്യം നിഷേധിച്ചിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കേണ്ടുന്ന അത്രക്ക് വിധത്തിൽ സമൂഹത്തെ ആകെയും ഉപദ്രവിക്കുന്ന, ഈ നീതി നടത്തിപ്പിനെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റും വിധം, പരാതിക്കാർക്ക് പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ധൈര്യം കൊടുക്കാനാകും വിധമുള്ള അന്തരീക്ഷത്തെ ആ ഒരു ഫീൽഡിനെ ഇല്ലാതാക്കി കളയുന്ന സാഹചര്യം ഇയാൾ ഉണ്ടാക്കി എന്ന് കോടതി ഇതുവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തെളിവ് നശിപ്പിക്കുക, പ്രതികളെ അല്ലെങ്കിൽ ഇരയെ ഭീഷണിപ്പെടുത്തുക പോലുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ ചെയ്ത ഒരാൾക്ക് കോടതി ജാമ്യം നിഷേധിക്കുകയല്ലേ ചെയ്യുക എന്ന തോന്നലാണ് എൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ നമുക്കറിയുകയില്ല ഏതൊക്കെ തരത്തിലാണ് ആ കാര്യങ്ങൾ പോവുക എന്ന് മാത്രമല്ല ഇയാൾ നിറയെ പൈസയുള്ള ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൊള്ളാവുന്ന വക്കീലന്മാരായിരിക്കുമല്ലോ വരിക ആ ഒരു സാഹചര്യത്തിൽ. മറ്റൊന്ന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. മറ്റൊന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആകപ്പാടെ സ്വാധീനിക്കുന്നൊരു വിഷയമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാറും. അതുകൊണ്ട് കോൺഗ്രസ് ആകപ്പാടെ തകർന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. UDF ആകെ തകർന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. UDF കൺവീനറുടെ ഈ അഴകുഴ വർത്തമാനം കൊണ്ടെന്ന് ക്ഷീണം ഉണ്ടാകുമെന്നല്ലാതെ ഈ വിഷയം കൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവാനില്ല. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതാതിടങ്ങളിലെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അവിടേക്ക് വോട്ട് ചോദിക്കാനായിട്ട് പോകുന്ന UDFകാരോട് ഒരുപക്ഷെ കോൺഗ്രസ്സുകാരോട് ഒരുപക്ഷെ നാട്ടുകാർ നിങ്ങളുടെ നേതാവ് ഇങ്ങനെ കുഴപ്പക്കാരനാണല്ലോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാമെന്നല്ലാതെ രാഹുൽ ഈശ്വറിനോടുള്ള ദേഷ്യം കൊണ്ട് UDFനെതിരെ ആരെങ്കിലും വോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വോട്ട് മറ്റു കാര്യങ്ങൾക്ക് മേലായിരിക്കും. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ വിഷയത്തേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ പരസ്പരം ഒരേ പേരായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തേക്കാൾ കൂടുതൽ ഗ്രൗണ്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. UDFനോ കോൺഗ്രസിനോ ക്ഷീണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് ഈ കാരണം കൊണ്ടായിരിക്കും കൂടുതലായിട്ടും എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നില്ല. കാരണം
ഇതുവരെ എന്ന വിവരങ്ങൾ പരിശോധിക്കുന്ന തലയിൽ ആൾപ്പാർപ്പുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറയുന്നത് മറ്റേ കീടാണുക്കളെക്കുറിച്ചല്ല, തലയിൽ ആൾപ്പാർപ്പുള്ള ഏത് പാർട്ടിക്കാരായുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു അബറേഷനാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത വിധമുള്ള ഒരു കുഴപ്പക്കാരൻ്റെ മനോനിലയാണ് എന്ന തോന്നലാണ്. പിന്നെ ആകപ്പാടെ പറയാനുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റിയില്ലേ, കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞില്ലേ, എന്തുകൊണ്ട് ഇവരിത് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കാം എന്നല്ലാതെ ഇങ്ങനെ കുഴപ്പം പിടിച്ച മനസ്സുമായിട്ട് ഒരാൾ പകലൊരു മുഖവും രാഷ്ട്രീയ നേതാവിൻ്റെയും പൊതുപ്രവർത്തകൻ്റെയും നല്ല മുഖമായിട്ട് സ്ത്രീകളോടൊക്കെ കാണുമ്പോൾ, ഈ സിനിമാ നടിമാരോടൊക്കെ കാണുമ്പോൾ വളരെ വിനയത്തോടെയും സ്നേഹത്തോടെയൊക്കെ സാധാരണഗതിയിൽ പെരുമാറുകയും ചെയ്യുകയും എന്നിട്ട് ഇങ്ങനെ ആളുകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന മറ്റൊരു മുഖവും കൂടെയുള്ള ഒരാളാണെന്ന് ആരും തിരിച്ചറിയില്ലല്ലോ, ആർക്കും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനെ ആകപ്പാടെ കുറ്റപ്പെടുത്തിയിട്ട് ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നേതാവുള്ളത് കൊണ്ട് കോൺഗ്രസ് ആകപ്പാടെ തെരഞ്ഞെടുപ്പിൽ തോൽക്കട്ടെ എന്ന് കേരളത്തിലെ ജനം വിചാരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റൈറ്റ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. മാത്രമല്ല ഇതിനകത്തൊരു രാഹുൽ ഈശ്വർ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്നും എന്തിനാണ് പട്ടിണി കിടക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോഴും ബാക്കിയായിട്ടുള്ളത്. അതെ, പട്ടിണി തുടരട്ടെ. കാലഘട്ടങ്ങളെ തിരുത്തിയ യുവതുർക്കികളെയും തിരുത്തൽ പരിവർത്തനവാദികളെയും എല്ലാം കേരള രാഷ്ട്രീയത്തിന് നൽകിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്, വിശിഷ്യ യൂത്ത് കോൺഗ്രസ്. വയലാർ രവിയും MA ജോണും G കാർത്തികേയനും PT തോമസും അടക്കമുള്ളവർ വിവിധ കാലങ്ങളിൽ യുവജനങ്ങളുടെ പ്രതിനിധികളായി അക്ഷോഭ്യരായി നിന്ന് ആ സംഘടനയെ നയിച്ചിട്ടുണ്ട്. മുതിർന്നവരെ തിരുത്തിയിട്ടുണ്ട്. പുതിയ ദിശാബോധത്തിന് വിത്തും വളവും ഇട്ടിട്ടുണ്ട്. യുവതലമുറയെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ തലപ്പത്തിരുന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വഷളൻ ഇക്കണ്ട വൃത്തികേടുകളും ക്രിമിനൽ പ്രവൃത്തികളും എല്ലാം ചെയ്തത്. അമ്മയോളം പ്രായമുള്ള പത്മജ വേണുഗോപാലിനെ പോലും ശരിയല്ലാത്ത ഭാഷയിൽ അസഭ്യം പറഞ്ഞു എന്ന് അയാൾക്കെതിരെ ആരോപണമുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അയാൾ ചുവടുറപ്പിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. രമേശ് ചെന്നിത്തല ഒഴികെയുള്ള മുൻനിരക്കാരൊന്നും അന്ന് രാഹുലിനെ തിരുത്താൻ നാവെടുത്തില്ല എന്ന് ചിലരെങ്കിലും ഓർക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന പലരെയും ഇയാൾ ഹീനഭാഷയിൽ ആക്ഷേപിച്ചിട്ടുണ്ടെന്ന് പരാതിയുണ്ട്. കോൺഗ്രസിലെ പല തലപ്പൊക്കക്കാരും പക്ഷേ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്നു തുടങ്ങിയ ഘട്ടത്തിൽ കിട്ടിയ പരാതികൾ പൂഴ്ത്തിവെക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് എതിരാളികൾ ആക്ഷേപിക്കുന്നു. കൂടുതൽ ഇരകളെ കണ്ടെത്താൻ അത് രാഹുൽ മാങ്കൂട്ടത്തിന് വളം വെച്ചുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ അപ്പാടെ കുറ്റം പറയുക എന്നതൊന്നും ഈ ഘട്ടത്തിൽ ആരും ചെയ്യേണ്ടതല്ല. മാങ്കൂട്ടത്തിൻ്റെ ക്രിമിനൽ ബ്രിഗേഡുകളെ നിലനിർത്താൻ BD സതീശനെ പോലെ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ആ തരത്തിലൊരു വർത്തമാനം പറയുന്നുണ്ട് എന്നതിൽ സന്തോഷമുണ്ട് എന്നതാണ് RDXൻ്റെ അഭിപ്രായം.